ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഞാൻ ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെയും ചക്ക ഇരിക്കുന്ന കാരണം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ചക്ക കൊണ്ടുള്ള പുട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും പുട്ടുണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചക്കയും കൂടി വെച്ചെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ അല്ലാട്ടോ ഉണ്ടാക്കിയത്, വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നേരെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് പുട്ടിൻ്റെ പൊടി കുഴക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പുട്ടുപൊടിയല്ല കേട്ടോ, സാധാ അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് പൊടി ഉണ്ടല്ലോ, അതിൽ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് പുട്ടിനായിട്ട് കുഴയ്ക്കണത്. അപ്പം ഇത് ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടിനായിട്ട്. കുറച്ച് ഉണ്ട പോലെ ഉണ്ട്, എന്നാലും ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു വാഴയിലെടുക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. അപ്പം ഞാനൊരു വാഴയിലയും കൂടി എടുത്തിട്ടുണ്ട്. അത് മുറിച്ച് നമുക്ക് പുട്ടുകുറ്റി ഉണ്ടല്ലോ, നമ്മുടെ പുട്ടുകുറ്റി, അപ്പോൾ അതിൻ്റേതായ ആ സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നീട്ടം ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് നിൽപ്പുണ്ടല്ലോ, അപ്പം ഞാനതൊന്ന് കത്രിക വെച്ച് മുറിച്ചൊക്കെ കൊടുത്തോട്ടോ. എന്നിട്ട് നമുക്കിനി ഇതിൽ പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ചക്ക ഉണ്ടല്ലോ, ഈ ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ മുറിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ കുഞ്ഞു കഷ്ണങ്ങളാക്കിയ ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുട്ടുണ്ടല്ലോ, പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ തേങ്ങയും പിന്നെ ചക്കയും. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി പുട്ടുപൊടി എടുത്ത് അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ചക്കയുടെ ഇങ്ങനെ വെന്തപ്പോൾ ചക്കയൊക്കെ വെന്ത് വന്നപ്പോഴേക്കും ആ ചക്കയുടെയൊക്കെ ടേസ്റ്റ് പുട്ടിലോട്ടൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനാണെങ്കിലും. പിന്നെ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു മധുരമുള്ള പുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ചായയുടെ ഒപ്പം ആണെങ്കിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തളിച്ചപ്പോൾ പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്, നമ്മുടെ ഇലയൊക്കെ വാടിയിട്ടുണ്ട്. കുറച്ച് സാധാ പുട്ട് വേവിക്കണം ആ സമയം തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ എടുത്തായിരുന്നു. ഞാൻ ആ ഇല ഇങ്ങോട്ട് പോകുന്നില്ലായിരുന്നു കേട്ടോ. ഇല പുട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത്. എന്നാലും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയ പുട്ട്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായ കേട്ടോ, കട്ടൻ ചായയുടെ ഒപ്പമാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ശർക്കര ചായ കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് പുട്ടും ചക്ക കൊണ്ടുള്ള പുട്ടും നല്ല ചൂട് കട്ടൻ ചായ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.